പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തുന്നുവെന്നാണ് കരുതുന്നത്. ഭരണത്തിൻ്റെ തണലിൽ പാർട്ടിയുടെ മേൽവിലാസത്തിൽ ക്രിമിനൽ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ഇതിന് ഒരു അറുതി വരുത്തണം. ഇത്രയും സംഭവം ഉണ്ടായിട്ട് നാണമില്ലാതെ ഇന്നലെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആ വീട്ടിൽ പോയി. ആ വീട്ടുകാർ സംസാരിക്കാൻ പോലും തയ്യാറായില്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ ആ വീടിൻ്റെ വാതിക്കൽ പ്രതികളെ കണ്ടെത്തണമെന്നൊരു ബോർഡ് വെച്ചിരിക്കുകയാണ് CPMക്കാർ. ഇതെന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? SFIക്കാരല്ലാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും അടിച്ചു കൊല്ലുക, എന്നിട്ട് ആൾക്കൂട്ട കൊലപാതകമാണെന്ന് അങ്ങ് പറയുക. ആൾക്കൂട്ട കൊലപാതകം ആരാണ് നടത്തിയത്? SFI വിദ്യാർത്ഥികളുടെ ആൾക്കൂട്ട കൊലപാതകമാണ്. അവരാണ് ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയത്. ഈ വിവരം പുറത്തു വരുന്നത് തന്നെ അന്യ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾ അയച്ച മെയിലിൽ നിന്നാണ് വസ്തുതകൾ പുറത്തു വരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ആത്മഹത്യയായി പരിണമിക്കുമായിരുന്നു. ഇതിനു മുമ്പ് ഇതേ കോളേജിൽ തന്നെ ഇതിനു മുമ്പ് ഒരു കേസുണ്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ട് മരിച്ചു വരുന്നു. അതറിഞ്ഞ മാതാവ് ആത്മഹത്യ ചെയ്തു. ആ സംഭവം പുനരന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ബോധപൂർവമായി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് അവർ രണ്ടാം വർഷമായി കോളേജിൽ വരുമ്പോൾ അവരെ SFIയിൽ ചേരാൻ നിർബന്ധിക്കുകയും ചേർന്നില്ല എങ്കിൽ അവരെ മർദ്ദിക്കുകയും ഇടിമുറിക്കകത്ത് ഇട്ട് ഭേദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിത്യസംഭവമാണ് ഈ കോളേജിൽ. ഇതിനെല്ലാം ഈ ഡീനിനെ പോലെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ്. മന്ത്രി പറഞ്ഞത് ഡീനാണ് മരിച്ച ആളിനെ ആശുപത്രി കൊണ്ടുപോകേണ്ട കാര്യം എന്തുവാ? ആ കൊലപാതകം നടത്തി കെട്ടിത്തൂക്കി വെച്ച ആ വിദ്യാർത്ഥിയെ ആശുപത്രി പോയി എന്നാണ് അവരെ ന്യായീകരിക്കുന്നത്. മന്ത്രി ചിഞ്ചു റാണി ന്യായീകരിച്ചത് വളരെ തെറ്റായ കാര്യമായി പോയി. ഇത്തരം കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും അതിന് ആ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥികളെ പിന്തുണച്ച ഒരു ഡീൻ നാരായണനെ പിന്തുണയ്ക്കേണ്ട എന്താവശ്യമാണ് മന്ത്രിക്കുള്ളത്? അപ്പോൾ വളരെ ബോധപൂർവമായി കോളേജ് ക്യാമ്പസുകളിൽ നടക്കുന്ന ഇത്തരം ഗുണ്ട പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പിന്തുണ കൊടുക്കുന്നത് ശരിയല്ല. യഥാർത്ഥ കുറ്റവാളികൾ മുഴുവൻ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഇന്നലെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇത് പറഞ്ഞെങ്കിലും പ്രാദേശിക പാർട്ടി നേതൃത്വം മുഴുവൻ മുൻ MLAയുടെ നേതൃത്വത്തിൽ ഈ പ്രതികളെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? TP ചന്ദ്രശേഖരൻ കേസിൽ സ്വീകരിച്ച അതേ സമീപനമാണ് ഇവിടെയും സ്വീകരിക്കുന്നത്. കൊലപാതകളെ തള്ളി പറയുക, പക്ഷെ കൊലപാതകങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ സംരക്ഷണം നൽകുക. ഇവിടെ SFIയുടെ ഈ ആൾക്കൂട്ട കൊലപാതകം നടത്തിയ പ്രതികളെ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുക, പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത് തള്ളി പറയുക. ഇതേ നിലപാട് തന്നെ അല്ലേ TP ചന്ദ്രശേഖരൻ കേസിൽ നമ്മൾ കണ്ടത്? അപ്പോൾ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുക, കൊലപ്പെടുത്തുക, എന്നിട്ട് അവരെ തള്ളിപ്പറയുക, പിന്നീട് അവർക്ക് വേണ്ട രാഷ്ട്രീയ സംരക്ഷണവും നിയമസംരക്ഷണവും കൊടുത്തവരെ പോറ്റി വളർത്തുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം CPM ഇവിടെ വെച്ച് പുലർത്തുകയാണ്. ഭരണത്തിൻ്റെ തണലിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവിടുത്തെ SHO ഇത്രയും സംഭവം ഉണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്നത് ഈ SHO ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. DYSPയുടെ കയ്യിൽ അന്വേഷണം വന്നപ്പോഴാണ് അല്പം പുരോഗതി ഉണ്ടായത്. അങ്ങനെ ആ അന്വേഷണം നടത്താൻ മുന്നോട്ട് വന്ന DYSPയെ CPM നേതാക്കന്മാർ ചെന്ന് ഭീഷണിപ്പെടുത്തുക. ഈ കേസ് എങ്ങനെ കേരള പോലീസ് അന്വേഷിച്ചാൽ ഇതിന് സത്യം പിടികിട്ടും? വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ഞാൻ നാളെ പൂക്കോട് സന്ദർശിക്കുന്നുണ്ട്, കോളേജ് സന്ദർശിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. T. സിദ്ദീഖ് MLAയും IC ബാലകൃഷ്ണനും DCC പ്രസിഡൻറ്റും ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ സംബന്ധിക്കും. നാളെ രാവിലെ 9 മണിക്ക് ഞാൻ അവിടെ സന്ദർശിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകം ആത്മഹത്യയാക്കി തീർക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനുമുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത്. സർക്കാരിൻ്റെ ആത്മാർത്ഥത ഈ കാര്യത്തിൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് സ്പെഷ്യൽ SIT രൂപീകരിച്ചു. പക്ഷേ ആ SIT നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ അന്വേഷണം നടത്തണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവരാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളം മുഴുവൻ ഉള്ള ജനങ്ങളെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതുപോലെയാണ് ഇന്ന് SI പരീക്ഷയിൽ തിരിമറി ഉണ്ടായതിൻ്റെ പേരിൽ PSC ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്തവരും പങ്കെടുത്തിട്ട് വിജയിക്കാത്തവർ ഉൾപ്പെടെയുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിശ്വാസ്യത തന്നെ ഈ ഗവൺമെൻറ് കളഞ്ഞു കുളിച്ചിരിക്കുകയാണ്. PSC പരീക്ഷയിൽ എഴുതാൻ SI ടെസ്റ്റിലേക്ക് കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്തവർ എങ്ങനെ ലിസ്റ്റിൽ വന്നുകൂടി? ആ കായികക്ഷമതാ പരീക്ഷയിൽ വിജയിക്കാത്തവരെങ്ങനെ വന്നുകൂടി? എന്നിട്ട് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഉദ്യോഗാർത്ഥികൾ തന്നെ പരാതികൾ കൊടുത്തപ്പോൾ ഇപ്പോൾ അത് ക്യാൻസൽ ചെയ്യുന്നു. അപ്പം കള്ളം പിടിക്കപ്പെട്ടപ്പോൾ ക്യാൻസൽ ചെയ്തത് കൊണ്ട് മാത്രമായില്ല, ഈ ഗുരുതരമായ കുറ്റം ചെയ്ത PSC ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടിയെടുക്കാൻ ഗവൺമെൻറ്റോ PSC എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കേരളത്തിലെ PSC പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുന്ന സംഭവമാണിത്. ഇതുപോലെയായിരുന്നു കോൺസ്റ്റബിൾ പരീക്ഷയിൽ കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ സംഭവം നമുക്കറിയാവുന്നതാണ്. ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുക, അങ്ങനെ നടത്തിയ വിദ്യാർത്ഥിക്ക് 1ാം റാങ്ക് കൊടുക്കുക, അത് SFIക്കാരനായിട്ട് 1ാം റാങ്ക് കൊടുക്കുക. പബ്ലിക് സർവീസ് കമ്മീഷൻ നിഷ്പക്ഷവും നീതിപൂർവ്വവും പ്രവർത്തിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഗവൺമെൻറ് കീഴിൽ ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർക്കപ്പെടുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുപോലെ മാന്യമായി പരീക്ഷ എഴുതി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ കബളിപ്പിക്കുന്ന നടപടിയല്ലേ ഇത്? അത് SI ടെസ്റ്റ് പോലെയുള്ള SI ടെസ്റ്റിലെ എനിക്കറിയാം, SI ടെസ്റ്റിലെ കായികക്ഷമത പരീക്ഷ എന്ന് പറയുന്നത് അത് എളുപ്പത്തിലുള്ളതല്ല, വളരെ കഠിനമായ പരീക്ഷയാണ്. അങ്ങനെയുള്ള പരീക്ഷകൾ പോലും പങ്കെടുക്കാത്തവരും ജയിക്കാത്തവരുമായ ആളുകളുടെ പേര് കൂട്ടിച്ചേർത്ത് PSC റാങ്ക് ലിസ്റ്റ് ഈ ഫെബ്രുവരി 26, 27 തീയതികളിൽ പ്രസിദ്ധീകരിച്ചു. പരാതി വന്നപ്പോഴാണ് ഇതിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ തയ്യാറാണ്. ആരെങ്കിലും പരാതിപ്പെട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു വരാൻ പോകുന്നത്? അപ്പോൾ ഇതിനകത്ത് PSCയിലെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുകയാണ്. ഗവൺമെൻറ്റുമായി അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢസംഘം പരീക്ഷയിൽ പങ്കെടുക്കാത്തവരും കായികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെടുന്നവരെയും ലിസ്റ്റിൽപ്പെടുത്താൻ വേണ്ടി അവർ പ്രവർത്തിക്കുകയാണ്. ഇതൊരു വലിയ അഴിമതിയാണ്, ഇതൊരു റാക്കറ്റാണ്. PSCയിലെ ഈ റാക്കറ്റിനെ പുറത്തു കൊണ്ടുവരണം. ഈ റാക്കറ്റ് കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ പന്താടുകയാണ്. PSCയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ വളരെ വ്യാപകമാകുന്നു. അതുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഗവൺമെൻറ് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഈ റാക്കറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഈ SI ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളിൽ കൃത്രിമം കാണിച്ച ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം. സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ജനങ്ങൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിശ്വാസം ഉണ്ടാകത്തക്ക നിലയിൽ PSC പരീക്ഷ നടത്താൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇത് ഗവൺമെൻറ് തയ്യാറാകുന്നെങ്കിൽ മറ്റു വഴികൾ ഞങ്ങൾക്ക് തേടേണ്ടി വരും.
അല്ല, അത് ആദ്യത്തെ സംഭവങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ കേസ് കേവലം ഒരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമത്തിന് SHO കൂടുന്നു. DYSP എടുക്കൽ പരാതി വന്നപ്പോഴാണ് അല്പസ്വല്പം അതിൽ മാറ്റമുണ്ടായത്. അങ്ങനെ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ DYSP മുന്നോട്ട് വന്നപ്പോഴാണ് സ്ഥലത്തെ മുൻ MLA പാർട്ടി നേതാക്കന്മാരും DYSPയുടെ ഓഫീസിൽ ചെന്നിട്ട് DYSPയെ വളരെ മോശമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസ് അവിടെ നിൽക്കുകയാണ്. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഇത്തരം കേസുകളിൽ സാധാരണഗതിയിൽ ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ SIT രൂപീകരിക്കുക, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അത് ഒരു IG ലെവലിലുള്ള ഉദ്യോഗസ്ഥൻ വേണം ഇത് ചെയ്യാൻ. ആരാണ് ഇതുവരെ SIT എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരെയാണ് നിയോഗിക്കപ്പെടുന്നത്, അതിന് കേസ് അന്വേഷണം എങ്ങോട്ട് പോകുന്നു ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായ ഒരു മരണമല്ല, ഒരു റാഗിങ് മാത്രമല്ല. ഒരു വിദ്യാർത്ഥിയെ SFIയിൽ ചേരാത്തതിൻ്റെ പേരിൽ ആ കോളേജിലെ SFI നേതാക്കന്മാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി. എന്ത് മനസ്സാക്ഷിയില്ലാത്ത ആളുകളാണിവർ. ഇവർക്ക് എന്തെങ്കിലും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ഒരു കുട്ടിയെ ഇങ്ങനെ മർദ്ദിച്ചു കൊലപ്പെടുത്തുമോ? എന്നിട്ട് അത് ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതിനെ ഈ ഡീൻ കൂട്ടുനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഡീൻ നാരായണൻ എന്ന് പറയുന്ന ഡീൻ മന്ത്രിയിൽ നിന്ന് സംരക്ഷിക്കാൻ CPIയുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ഡീനാണ്. അതുകൊണ്ട് മന്ത്രി പോലും സംരക്ഷിക്കുകയാണ്. അപ്പം ഇത്തരം കൊലപാതകങ്ങളെ ഇനി സംരക്ഷിക്കാൻ മന്ത്രിമാർ വരുമോ എന്നുള്ള ഭയം എല്ലാവർക്കുമുണ്ട്. അദ്ദേഹവും ആളുകളാണ് DYSP ഓഫീസിൽ തന്നെ ബഹളം ഉണ്ടാക്കിയത്, ഈ പ്രതികളെ പിടിച്ചത്. പ്രതികളെ പിടിച്ചതിനാണ് ബഹളം ഉണ്ടാക്കിയത്. DYSP അടുക്കൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയത്. മോചിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരെ കസ്റ്റഡിയിലെടുത്ത്, കാരണം SHO എടുത്ത നിലപാട് വേറെ ആയിരുന്നല്ലോ. DYSP കേസ് അന്വേഷിച്ചപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കി ആളുകളെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ചെന്ന് ഭീഷണിപ്പെടുത്തിയത് പാർട്ടി നേതാക്കൾ. അതെ, അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഇന്നലെ പോയിരുന്നുണ്ട്. വേണ്ടി വരും കാരണം അവർക്ക് നീതി കിട്ടണം. അവർക്ക് അവരുടെ ഇന്ന് ആലോചിച്ച് നോക്കുക, 2 കുട്ടികളാണുള്ളത്. ഇയാൾ ഗൾഫിലെ കൂലി ചെറിയ എന്തോ ഒരു ഡെയിലി വേജസ് ഒരു വർക്കുള്ള ഒരാളാണ്. അവരുടെ മകൻ മരിച്ചു. ഇത്രയും നല്ല കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണ്. CPM SFIക്കാരെ ക്രിമിനൽ സംഘങ്ങളായിട്ടാണ് വളർത്തുന്നത്. SFI അല്ലാതെ ഒരു സംഘടനയും പ്രവർത്തിക്കാൻ പാടില്ല. ഏതെങ്കിലും സംഘടന അവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വിദ്യാർത്ഥി KSUക്കാരെ മുഴുവൻ തല്ലി ഒതുക്കും. അവരുടെ കൂടെ ചേർന്നില്ലെങ്കിൽ ഇതുപോലെ ഭീകരമായി മർദ്ദിക്കും. പല കുട്ടികളും ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ പേടിയാണ്, ആരും പറയാറില്ല. നിങ്ങൾ ആലോചിച്ച് പോകണം, കേരളത്തിലെ യൂണിവേഴ്സിറ്റി ഇലക്ഷനുകളിൽ, കോളേജ് ഇലക്ഷനിലൊക്കെ 10-15% ആൾ വോട്ട് ചെയ്യുന്നു. ആരും പോവുക പോലുമില്ല. ഇത് ഭീകര സംഘടനയായി SFI മാറിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു നാണവുമില്ലാതെയാണ് SFIയുടെ പ്രസിഡന്റ് ഈ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയാണ്. 3-4 പേരെയും കൂടെ കൂട്ടി അവിടെ ബോർഡ് വെക്കുകയാണ്. പ്രതികളെ സംരക്ഷിക്കുന്ന ആളുകൾ തന്നെ ബോർഡ് വെക്കുക, പ്രതികളെ കണ്ടെത്തണമെന്ന്. എന്ത് ന്യായമാണിത്? അതെ അതെ, തീർച്ചയായിട്ടും. ക്യാമ്പസുകളിൽ ആ ക്യാമ്പസിനകത്ത് മറ്റാർക്കും സംസാരിക്കാൻ പോലും അവസരമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇടിമുറിയുണ്ട്. അധ്യാപകർക്കില്ല. ഒരു അധ്യാപകൻ ഈയിടെ രാജിവെച്ച് ഓസ്ട്രേലിയ പോയി. അയാൾ പേടിച്ച് ഇനി ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അയാൾ സുബ്രഹ്മണ്യൻ്റെ സുഹൃത്താണ്, അയാൾ രാജിവെച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. ഇന്നലെ ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഡീൻ നാരായണനെ പോലെ ആളുകളെ മന്ത്രി സംരക്ഷിക്കുകയല്ലേ ഇവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കേസന്വേഷണം നടക്കുമ്പോൾ
ഡീനിൻ്റെ പങ്ക് എന്താണെന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം നടക്കുമ്പോഴെല്ലാം അറിയാൻ പറ്റുമോ? ആ സാഹചര്യത്തിൽ മന്ത്രി പോലും ഇടപെടുകയാണ്. മന്ത്രി ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഒരു അന്വേഷണം നടക്കുന്നതിനിടെ മന്ത്രി ഡീൻ കുറ്റക്കാരനല്ലെന്ന് വിധിക്കാൻ മന്ത്രിക്ക് അങ്ങനെ അധികാരം? ആ റോള് നിറവേറ്റുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഫലപ്രദമായി തന്നെ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട്. പക്ഷേ ആ ചെറുത്തുനിൽപ്പിനെ കവച്ചു വെച്ചുകൊണ്ട് ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ കേരളവർമ്മ കോളേജിലെ സംഭവം നിങ്ങൾക്കറിയാം. ഒരു കാഴ്ചശക്തി ഇല്ലാത്തൊരു കുട്ടിയാണ്. ആ കുട്ടിയെ വരെ മർദ്ദിക്കാൻ മുന്നോട്ട് വന്നു. ഇങ്ങനെ കേരളത്തിലെ കലാലയങ്ങളിൽ നടക്കുന്ന ഒരു ഭീകരാവസ്ഥയാണ്. ഒരാശയക്കുഴപ്പവുമില്ല. ഇന്നലെ സ്ക്രീനിങ് കമ്മിറ്റി കൂടി. സ്ക്രീനിങ് കമ്മിറ്റിയിൽ നിന്ന് അടുത്ത ഇലക്ഷൻ കമ്മിറ്റി കൂടുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവരും. പൊതുവെ സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരിക്കുന്നു എന്നുള്ളതിലാണ് വന്നിട്ടുള്ളത്. പല ആളുകളും ഒറ്റത്തവണ മത്സരിച്ചവരുമാണ് കൂടുതൽ. അത് ഇലക്ഷൻ കമ്മിറ്റി കൂടുമ്പോൾ അതിന് വ്യക്തതയുണ്ടാകും. മാറാൻ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഉണ്ടോ? KPCC പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്താൽ അവിടെ വേറെ ആളുണ്ടാവും. സ്വാഭാവികമായി MP ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ലിസ്റ്റാണ് കൂടുതൽ യുവത്വമുള്ളത്. 60 കഴിഞ്ഞവരെയാണ് CPM നിർത്തി യുവാക്കളെന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ ഈ സിറ്റിംഗ് എംപിമാരും നല്ലൊരു ശതമാനം ആളുകളും യുവാക്കൾ തന്നെയാണ്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ചെറുപ്പക്കാർക്ക് സീറ്റുകൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ CPM-ൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കുക. ഇത്തവണ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ എത്ര യുവാക്കൾ അതിനകത്തുള്ളത്? ഞങ്ങളാണ് ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ അവസരം കൊടുത്തിട്ടുള്ളത്. ഇല്ല ഒന്നുമില്ല. ഇപ്പം ഒന്നുമില്ല. അതുപോലെ തോൽക്കുമെന്ന് നിശ്ചയമുള്ള സീറ്റുകൾ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കാത്തത്. ഞങ്ങളെല്ലാ യുവാക്കളാണ് കൂടുതലും മത്സരിക്കുന്നവർ കൂടുതലും. ഞങ്ങൾ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സീറ്റ് നരേന്ദ്രമോദിക്ക് ജയിക്കാമോ? ഒരു വെല്ലുവിളിയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു.